മഴത്തോട് തമ്മിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ ബാലേന്ദ്രനെയും കാത്തിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ബാലേന്ദ്രൻ വന്നിട്ട് വേണം നമ്മളെ വൈജയന്തിക്കാണെങ്കിൽ അനിയനിക്ക് കൊടുത്ത സ്വർണ്ണത്തിന്റെ കണക്കും ഡ്രസ്സിന്റെ കണക്കൊക്കെ ചോദിക്കാൻ വേണ്ടി എല്ലാം നമ്മളെ വൈജയന്തി ഇങ്ങനെ കണക്കും കൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ കൃഷ്ണമോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ അമ്മ ഇങ്ങനെ ഓരോന്ന് പിച്ചുമ്മയും പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പിച്ചുമ്മയൊന്നും പറഞ്ഞില്ല. നിന്റെ അച്ഛനാണെങ്കിൽ അലീന ഏട്ടനെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കുന്നുണ്ടോ? അതായത് നീ എവിടെയാ പോയതെന്നും അറിയാനും വേണ്ടി ഇത്രയും ലേറ്റ് ആവുന്നുണ്ടല്ലോ. നിന്റെ അച്ഛൻ വിളിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, അവള് ആണുങ്ങളെ മയക്കാൻ വേണ്ടി അവള് മിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ അവള് മനുവിനെയൊക്കെ മയക്കി എടുത്തില്ലേ, അതുപോലെ കണക്ക് ഇനി എത്ര പേര് അവള് മയക്കി എടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൃഷ്ണമോൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവമാണോ എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ വൈജയന്തി ആണെങ്കിലും കൃഷ്ണമോൾക്ക് ഇങ്ങനെ ചൂടാവുന്നുണ്ട്, നീ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് അമ്മ ഒന്നും പറയിപ്പിക്കരുത്, പറഞ്ഞാൽ കൂടി പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ വൈജയന്തി പറയുന്നത്, ഓഹ് നിന്നെയൊക്കെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് നീ ഇരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ആരും പറഞ്ഞതെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാനാണെങ്കിൽ എനിക്ക് എന്താ കൺമുമ്പിൽ കണ്ട് ശരിയായിട്ട് തോന്നും അത് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്വഭാവം എനിക്ക് പഠിപ്പിച്ചു തന്നതും അലീന ചേച്ചിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഓ അവളാണല്ലോ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വൈജയന്തി കുറേ കുറ്റമൊക്കെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ ബബിത വരുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത ആണെങ്കിൽ നമ്മളെ വൈജയന്തി മൈൻഡ് ചെയ്യാതെയൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ വളർത്തി എൻ്റെ മക്കളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പം അവള് പോലും എന്നെ മൈൻഡ് ചെയ്യാതെ അവള് പോകുന്നതൊക്കെ ഇങ്ങനെ നമ്മള് വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെ എന്നിൽ നമ്മൾ അകറ്റി, എന്തായാലും അവള് ഭയങ്കരം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ ഒരു ശുദ്ധികലാശം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ ആയിക്കോട്ടെ, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ നീ ഇവിടെ നിന്ന് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീയും നിന്റെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് വന്നില്ലേ, അപ്പോൾ പിന്നെ ഞാൻ ആരോടെ പോയെന്നൊക്കെ നീ എന്തിനാ അറിയുന്നതെന്നൊക്കെ നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നത്, അല്ല നിങ്ങൾ ആരുമായിട്ട് ഹോട്ടൽ റൂമിലായിരുന്നെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആരുമായിട്ട് ഹോട്ടൽ റൂമിൽ ഞാൻ പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല നിന്റെ കണക്കെല്ലാം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെയാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നീ എല്ലാ സത്യങ്ങളും കല്യാണത്തിന് മുമ്പ് നീ നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സത്യങ്ങളും നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ നീ എൻ്റെ ജീവിതത്തിൽ വന്നതെന്നൊക്കെ നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മൾ വൈജയന്തി ഒന്ന് ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ നമ്മളെ വൈജയന്തിക്ക് വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ബാലേന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യങ്ങളൊന്നും നീ തീരുമാനിക്കേണ്ട കാര്യമില്ല, അതിനൊക്കെ ഉള്ളൊരു അവകാശവും കാര്യങ്ങളും നിനക്കുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാനങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു കാര്യങ്ങളും നീ തിരക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഹോട്ടൽ റൂമിൽ പോയി താമസിക്കും, ചിലപ്പോൾ ഞാൻ ആരെങ്കിലും കൂടെ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോകും, അതൊക്കെ എൻ്റെ ഇഷ്ടം, അതൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നീ എല്ലാം ആസ്വദിച്ചിട്ടായിരുന്നല്ലോ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, വൈജയന്തി നീ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് അടിയുണ്ടാക്കാൻ വേണ്ടി വരണ്ട, ചിലപ്പോൾ ഞാനൊരു 23 വർഷം മുമ്പുള്ള ഒരു കഥകളും കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ ആണെങ്കിൽ ഇവിടെ നിന്ന് വിയർക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വൈജയന്തി ആഹം ചെറുതായിട്ട് പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ ബാലേന്ദ്രനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വൈജയന്തിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കാനുള്ള ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ബാലേന്ദ്രൻ അതെല്ലാം അങ്ങ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ ബാലേന്ദ്രൻ കയറി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ, മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കൃഷ്ണമോളും ബബിതയും രോഹിത് എല്ലാം കൂടെ സൗണ്ട് കേട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കൃഷ്ണമോളാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, ചുമ്മാ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് ഉടക്കാൻ ചെല്ലാൻ, അച്ഛൻ്റെ അടുത്ത് ഉടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പിന്നെ പറയേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വൈജയന്തി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത് ഇവളെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പഴയ കാര്യങ്ങളെന്നും പറഞ്ഞിട്ട്, ഇനി ഇവരെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമ്മളെ വൈജയന്തിക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താ ഇടയ്ക്കിടയ്ക്ക് 23 വർഷത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ നമ്മളെ വൈജയന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് എന്തായാലും അലീന വീട്ടിൽ വിട്ട് പോയതിന് ശേഷമാണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ്റെയും മക്കളെ എല്ലാം കൂടെ വരിക്കുന്ന വരയിൽ നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് വന്ന വൈജയന്തി. ഇപ്പോൾ വൈജയന്തിക്കാണ് ഇപ്പം 8ൻ്റെയും 16ൻ്റെ എല്ലാം കൂടെ പണിയുമ്പോൾ നമ്മളെ വൈജയന്തിക്ക് ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെ കൃഷ്ണമോളും ബാലേന്ദ്രനൊക്കെ ആണെങ്കിലും നമ്മളെ വൈജയന്തിയെ മുള്ളുമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പം കഥയുടെ എപ്പിസോഡുള്ള അടിപൊളി എപ്പിസോഡുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.